ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. സോ ഞാൻ 2-3 ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ചെയ്യാറില്ല. ഒരു ആഴ്ച മുമ്പ് ചെയ്തതാട്ടോ അന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ വൈകുന്നേരം ആയപ്പോൾ വെറുതെ ഇറങ്ങിയതാണ്. അപ്പോൾ കുറച്ച് ഞാൻ വന്നു കഴിഞ്ഞാൽ കുറച്ച് നേരം മുറ്റത്ത് കൂടെയൊക്കെ നടക്കും കേട്ടോ. അപ്പോൾ ഗോപിച്ചിച്ചുണ്ട്, കുട്ട വെളിച്ചുണ്ട്, അവരുടെ കൂടെയൊക്കെ ഞാൻ കുറച്ച് നേരം ഇരിക്കും, വർത്തമാനം പറയുകയും ചെയ്യും. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പഠിക്കാനായിട്ട് ഇരിക്കാറ്. അപ്പോൾ ഇന്ന് പഠിക്കാൻ കുറച്ച് കുറവായതുകൊണ്ട് ഇത്തിരി ടൈം ഞാൻ ഒന്നും കൂടി അവിടെ ഇരുന്നു. അപ്പോൾ നന്ദു വന്നിരുന്നു. ആദ്യം നന്ദുവും കൂടി ഇത് കാണായിരുന്നു, HTV കാണായിരുന്നു, ചോട്ടാ ഭീം കാണായിരുന്നു. അപ്പോൾ ഞാൻ കരുതി പഠിക്കാൻ വേണ്ടിയിട്ട് വരാണ്. അപ്പോൾ ഫസ്റ്റ് സോഷ്യലാണ്. സോഷ്യൽ എടുത്ത് കഴിയാറായിട്ട് മൂന്നാമത്തെ ചാപ്റ്റർ എത്തി. അപ്പോൾ സോഷ്യൽ ടീച്ചർ മെല്ലിട്ട് എടുക്കുക, ഓരോ വാക്കും ഓരോന്നായിട്ട് പറഞ്ഞു തന്നിട്ടാണ് ടീച്ചർ എടുക്കുക. അടുത്തിരി ബാക്കിലാണ് ഞങ്ങൾ. അപ്പോൾ അത് വായിച്ച് സൈൻ ചെയ്യണം. ഇത്തിരി ദേഷ്യമുള്ള ടീച്ചറാട്ടോ. വായിച്ച് സൈൻ ചെയ്ത് തന്നിട്ടില്ലെങ്കിൽ ചീത്ത കേൾക്കും, നല്ല തല്ലും കിട്ടും. അപ്പോൾ ഞാൻ വായിക്കായിരുന്നു. ക്യാമറ വീഴാറായപ്പോൾ ഞാൻ ഒന്ന് പിടിച്ചതാട്ടോ, ഫോൺ വീഴാറായപ്പോൾ ഒന്ന് പിടിച്ചതാണ്. ആ വായിച്ച് സൈൻ ഇട്ടിട്ടില്ലെങ്കിൽ നന്നായിട്ട് ചെയ്തേക്കും. അപ്പോൾ ഞാൻ അവിടെ എന്തോ ഒച്ച കേട്ടപ്പോൾ ഞാൻ നോക്കിയതാട്ടോ. അപ്പോൾ ഇവിടെ നന്ദൊക്കെ വന്നിരിക്കുന്നുണ്ട്. അതാണ് അവനല്ലേ ഇപ്പോൾ കുറച്ച്. അപ്പോൾ അവൻ കുറച്ചു. അത് കഴിഞ്ഞിട്ട് സൈന് അമ്മേനെ കൊണ്ടിടുന്നു. അതിൽ പിടിക്കും, വിളിച്ച് ചോദിക്കും ആരെ സൈൻ തരാം. അവർ സൈൻ ഇടുന്ന ടീച്ചർക്ക് ഫോട്ടോ എടുത്ത് കാട്ടി കൊടുക്കണം. ചെയ്തിരിക്കും. സൈൻ ഇടാത്തവരെ വന്ന് പിടിക്കും. അങ്ങനത്തെയൊക്കെ എടുക്കുന്നുണ്ട്. ഇപ്പോൾ സോഷ്യൽ നമ്മുടെ അത്യാവശ്യത്തിന് കഴിയാറായി. ടീച്ചർ കുറച്ച് ഫാസ്റ്റിൽ എടുക്കാൻ തുടങ്ങി. അതുകൊണ്ട് എല്ലാവരുടെയും സെയിം ലെവലിൽ ഒപ്പം എത്തി. അല്ലെങ്കിൽ ഇപ്പോഴും നമ്മൾ ബാക്കിലായില്ലേ. അപ്പോൾ നമുക്ക് ഇനി സമ്മറിയും ലെറ്റേഴ്സ് ആക്സസും ഒക്കെ കംപ്ലീറ്റ് ആക്കാൻ. അത് ഞാൻ സ്കൂളിൽ നിന്ന് കംപ്ലീറ്റ് ആക്കി വന്നിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ എവിടെ കുറച്ച് നേരം നിന്നു. അപ്പോൾ അവിടെ വേറെ നിൽക്കുന്നുണ്ട്, ഒരു വെള്ള ഷീനൊക്കെ ഇട്ടിട്ട്. അതുകൊണ്ട് അവളെ കാട്ടി തന്നു. അവൾ എൻ്റെ ഒരു വീഡിയോയിൽ 2 വീഡിയോസിലുണ്ടായിരുന്നു. ഒരു ചെറിയൊരു കോമ്പറ്റീഷനൊക്കെ ആയിട്ടുള്ള ഇതിൽ ഒന്നിൽ കരയണതൊക്കെ ആയിരുന്നു. അതിന് ശേഷം ഞാൻ മാത്സ് എടുത്തു. മാത്സ് എനിക്ക് പഠിക്കാൻ തലക്കോറും, ബട്ട് തീരെ ഇഷ്ടമല്ല. അപ്പോൾ എല്ലാവരും മാത്സ് ഇഷ്ടമുള്ളവർക്ക് കമ്മിറ്റില്ല. എനിക്ക് തീരെ ഇഷ്ടമല്ല. എനിക്ക് തീരെ ഇഷ്ടമല്ല മാത്സ്. അപ്പോൾ ഈ മിനി ഈവനിങ് വ്ലോഗൊക്കെ ആയി ഞാൻ കേട്ടു. ബട്ട് ഇത് ഒരു വലിയ വീഡിയോ ആയിത്തീർന്നു. അപ്പോൾ അവിടെ സൈഡിൽ എഴുതി വെച്ചിരിക്കുന്നുണ്ടോ 2+3 5 എന്നൊക്കെ. അതൊക്കെ ഇവർ കളിക്കുമ്പോഴുള്ള പരിപാടിയാണ്. ആദ്യം ഇവർ കൂടി കളിക്കുമ്പോഴുള്ള പരിപാടിയാണ് കേട്ടത്. സോ നമുക്ക് ക്വസ്റ്റ്യൻ എഴുതണമായിരുന്നു, മാത്സത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ അതുകൊണ്ട് ഇനി അത് എഴുതാൻ വേണ്ടിയിട്ടുള്ള ഒരു പുറപ്പാടാണ്. അത് എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ഏകദേശം ഹോംവർക്ക് തുടങ്ങി കേട്ടോ. അപ്പോൾ നമുക്ക് എന്നും റീഡിങ് കാർഡ് വിടും, അത് എഴുതി തീർക്കണം. അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ എന്നും ഓരോന്നിതാക്കും. അപ്പം എൻ്റെ അടുത്ത് നന്ദു വന്നിരിക്കുന്നുണ്ട്. ഒരു ഹായ് പറ. ഞാൻ ഹായ് പറയത്തില്ല. അപ്പോൾ ഞാൻ കരുതി മാത്സിൻ്റെ ഹോംവർക്കൊക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള പരിപാടിയൊക്കെ നോക്കാമെന്ന്. അപ്പോൾ ഞാൻ വൈകിട്ടാട്ടോ വന്ന് കുളിക്കുക. എനിക്ക് ഈ കടലിടുന്ന കുഞ്ഞ് സ്റ്റെഡിൻ്റെ കമ്മലൊക്കെയാണ് എനിക്കിഷ്ടം. അധികം വലുതിടുകയാണെങ്കിൽ തന്നെ എപ്പോഴെങ്കിലും ഇട്ടോടുള്ളൂ. അപ്പോൾ എൻ്റെ അടുത്ത് നന്ദു പിങ്ക് സൂചി തരാൻ വേണ്ടിയിട്ട് പറയുകയാണ്. എൻ്റെ കയ്യിലൊരു പിങ്ക് സൂചി ഉണ്ടായി തരാൻ വേണ്ടിയിട്ട് അവൻ പറയുകയാണ്. ഇവൻ വന്ന് മിച്ചറൊക്കെ കഴിച്ചിട്ടിരിക്കുകയാണ്. നിങ്ങൾ കണ്ടല്ലോ. ഇങ്ങനത്തെ വീഡിയോയിലാണ് കുറച്ച് മുമ്പുള്ള ക്ലിപ്പിലാണ് കാട്ടി തന്നിട്ടുണ്ടായിരുന്നു. സോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ 62 സബ്സ്ക്രൈബേഴ്സായി കഴിഞ്ഞു. അപ്പോൾ ഫസ്റ്റ് ഞാനിത് തുടങ്ങിയതിൽ ആദ്യത്തെ ആഴ്ച എനിക്ക് വെറും 2 സബ്സ്ക്രൈബേഴ്സേ ഉണ്ടായിരുന്നുള്ളൂ. ഇത്രയിലും വന്നെത്തിയേണ്ട കഷ്ടപ്പാട് അറിയാലോ ഓരോരുത്തർക്കും. അങ്ങനെ നമ്മൾ മാത്സ് എഴുതി കഴിഞ്ഞു. അടുത്ത നമ്മൾ കുറച്ച് നേരം 2 സബ്ജക്റ്റ് കഴിഞ്ഞതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് എടുക്കും. 3 സബ്ജക്റ്റായിട്ട് എഴുതിക്കണം. നമുക്ക് എന്നും റീഡിങ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തുകൊണ്ട് അവിടെ എല്ലാം എഴുതി ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് പുറത്ത് പോയി കളിക്കായിരുന്നു. എന്തോ പുറത്ത് പോയി കളിക്കുന്നതുകൊണ്ട് ഇങ്ങനെ അവനെ നോക്കുമായിരുന്നു. പിന്നെ അതും ഇതൊക്കെ ആയിട്ട് ആകെ ബഹളം. പിന്നെ ഒരു പരിപാടി ഉണ്ടായിരുന്നില്ല. നമുക്ക് കഴിഞ്ഞാൽ ഒന്ന് എഴുതുക, സംസ്കൃതം നമുക്ക് എഴുതാനുണ്ട്.
അപ്പോൾ ഇതാണ് സാൻസ്ക്രിറ്റിൻ്റെ ബുക്ക് കേട്ടോ. അപ്പോൾ ഇതിൽ എനിക്ക് എഴുതാൻ എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഇഷ്ടമില്ലാത്തതിലൊക്കെയാണ് ഇതൊക്കെ മാത്സിൻ്റെ എന്തോ അബദ്ധത്തിൽ നമ്മൾ ബാർബിയാക്കി ഇഷ്ടപ്പെട്ടു. എനിക്കതൊന്നും വലിയ ഇഷ്ടമില്ലാത്ത സോറി വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ